ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കും മകൾക്കുമെതിരായി സോഷ്യൽ മീഡിയയിലെ വളരെ മോശമായ അശ്ലീല കമൻറ്റുകൾ ധാരാളമായി വരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിലെ നയതന്ത്ര നിലപാട് വിവരിക്കാൻ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. വിക്രം മിശ്രിയും അദ്ദേഹത്തിൻ്റെ കൂടെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പത്രപ്രവർത്തകർക്ക് ബ്രീഫ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിക്കെതിരായി അതിരൂക്ഷമായ ഭാഷയിലെ അശ്ലീലമായ കമൻറ്റുകൾ, അദ്ദേഹത്തിന് വ്യക്തിപരമായ കമൻറ്റുകൾ, അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരായിട്ട് കമൻറ്റുകൾ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മകൾ ഇംഗ്ലണ്ടിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. ഹെർബർട്ട് സ്മിത്ത് ഫ്രീ ഹിൽസിൻ്റെ ആഗോള നിയമസഹായ സ്ഥാപനത്തിലാണ് മകൾ ജോലി ചെയ്യുന്നത്. മകളെ ഡിഡൻ മിസ്ട്രി കുറേ നാളുകളായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. ആ കുട്ടിക്കെതിരായി വളരെ മോശമായ കമൻറ്റുകൾ സോഷ്യൽ മീഡിയ വരുന്നു. ഇന്ത്യ വിരുദ്ധരായ ആൾക്കാരുടെ കമൻറ്റുകളാണിത്. അവരുടെ യഥാർത്ഥ മൊബൈൽ ഫോണോ അവരുടെ പേരോ പറയാതെ കാമഫ്ലാഗിലിരുന്നാണ് ആക്രമണം നടത്തുന്നത്. അതിനകത്ത് തീർച്ചയായിട്ടും ഇന്ത്യ വിരുദ്ധർ തന്നെ, ഇന്ത്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ രാജ്യദ്രോഹികൾ തന്നെ, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിലാണ് അനുകൂലവും പ്രതികൂലമായ കമൻറ്റുകൾ വന്ന് നിറഞ്ഞു. അദ്ദേഹം തൽക്കാലം ആ എക്സ് അക്കൗണ്ടിൻ്റെ ബോക്സ് അദ്ദേഹം അത് മരവിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ നിലപാടും എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രവർത്തനം, ഇന്ത്യ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ലോകത്തിലെ പത്രക്കാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പത്രക്കാരും വിദേശ പത്രക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് 3-5 ദിവസം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മിസ്ട്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. വളരെ മിടുക്കനായ ഒരു IAS ഉദ്യോഗസ്ഥനാണ് മിസ്ട്രി എന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആ രാജ്യത്തോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹം ഇന്ത്യ എന്താണ് യഥാർത്ഥത്തിൽ അങ്ങോട്ട് ചെയ്തതെന്നും രാജ്യത്തുള്ള വാർത്താമാധ്യമങ്ങൾക്കും വിദേശത്തുള്ളവർക്കും കൃത്യമായ രീതിയിൽ അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ട് ഇതുപോലെ പുലഭ്യം പറയാൻ സോഷ്യൽ മീഡിയയിൽ ചില കാരണങ്ങളുണ്ടെന്ന് തോന്നുന്നു. അവർ റോഹിംഗ്യ അഭയാർത്ഥികൾക്ക് നിയമപരമായ സംരക്ഷണം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. റോഹിംഗ്യൻ അഭയാർത്ഥികൾ അത് ബർമയിലുള്ളവരായിരുന്നു. അവരെ അവിടുന്ന് ആട്ടിപ്പായിച്ചു. അഭയാർത്ഥികൾ അവർക്ക് നിയമപരമായ സഹായം ചെയ്തു കൊടുത്തത് മകൾ ഡിഡൻ മിസ്ട്രിയാണ്. അവർ ഇപ്പോൾ ബർമയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ അതിർത്തിയിൽ അവിടുന്ന് ഓടിപ്പോയവരെല്ലാം അതിർത്തിയിലാണ് ഇപ്പോൾ അവർ കിടക്കുന്നത്. UN-ൻ്റെ സഹായത്തോടു കൂടിയാണ് അവർക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇൻഡോ ആര്യൻ എത്നിക് ഗ്രൂപ്പാണ് റോഹിംഗ്യൻ അഭയാർത്ഥികൾ. അവർ ബേസിക്കലി അവരിപ്പം മുസ്ലിമാണ്, ഇൻഡോ ആര്യൻ വംശജരാണ്. അവർ ഇപ്പോൾ കിടക്കുന്നത് ഇന്ത്യയുടെയും ബർമയുടെയും അതിർത്തിയിലാണ്. വേറെ എങ്ങോട്ടും അവർക്ക് പോകാൻ നിവൃത്തിയില്ല. അവർ ഇന്ത്യയുടെ സഹായം തേടുന്നുണ്ട്. അവർക്ക് മടങ്ങിപ്പോകാനൊന്നും അവരെ ബർമ സ്വീകരിക്കുന്നില്ല. ഈ അശ്ലീല ഭാഷയിൽ വളരെ മോശമായ രീതിയിൽ മകൾക്ക് കമൻറ്റ് വരുന്നത് കൂടുതലും റോഹിംഗ്യൻ അഭയാർത്ഥികളെ സംരക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നത്. അതുതന്നെയല്ല, നമുക്കറിയാം പഹൽഗാമിൽ നമ്മുടെ 26 ആൾക്കാരെ വെടിവെച്ച് കൊന്നു. അവരുടെ ഭാര്യമാർക്കും വീട്ടുകാരുടെയും അവരുടെ സിന്ദൂരം മായ്ച്ചു കളയേണ്ടി വന്നു. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നമ്മൾ ഈ പാകിസ്ഥാനെതിരായിട്ട് ഭീകരവാദികൾക്കെതിരായിട്ടുള്ള അടിച്ചമർത്തലിന്, അറ്റാക്കിന് പേരിട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ
ആ പഹൽഗാമിൽ മരണപ്പെട്ട നമ്മുടെ പട്ടാളക്കാരൻ വിനയ് നർവാളിന് അദ്ദേഹം മരിച്ചു കിടക്കുന്നത് വെടിയേറ്റ് മരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ആ പഹൽഗാമിലെ ആ ഗ്രൗണ്ടിലിരിക്കുന്ന കാഴ്ച നമ്മളെ കണ്ണീരണിയിക്കും. കാരണം നല്ല സ്മാർട്ടായിട്ട് ചെറുപ്പക്കാരനായ ആ പട്ടാളക്കാരൻ ഇപ്പോൾ അടുത്ത നാളിൽ ആണ് വിവാഹം കഴിച്ചത്. അവർ മധുവിധു ആഘോഷിക്കാനാണ് പഹൽഗാമിൽ വന്നത്. ടൂറിസ്റ്റ് മേഖലയിൽ അദ്ദേഹം വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള അദ്ദേഹം വെടിയേറ്റ് നീണ്ടു നിവർന്ന് കിടക്കുന്നത് നമ്മൾ കണ്ടു. തൊട്ടടുത്തിരുന്ന് കരയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇമാൻഷി നർവാളിനെയും നമുക്ക് മറക്കാൻ കഴിയില്ല. അതേസമയത്ത് ഈ തീവ്രവാദ സ്വഭാവമുള്ളവർ അവർ ഹിമാൻഷി നർവാളിന് എതിരായിട്ട് വളരെ മോശമായ കമൻറ്റുകളും അശ്ലീല കമൻറ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ വിക്രം മിശ്രയെയും അവരെ ആക്രമിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കമൻറ്റുകൾ വരുന്നത്? രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യസേവനത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാളുടെ ഭാര്യയെ അവഹേളിക്കുന്നത് ഏത് രീതിയിലാണെന്ന് മനുഷ്യത്വമുള്ളവരാരും ചെയ്യില്ല. എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങളും ഇന്ത്യ എന്താണ് ചെയ്തതും ഓരോ ദിവസത്തെ കാര്യങ്ങളും അദ്ദേഹം നറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ വിങ് കമാൻഡർ വ്യോമിക സിംഗും അതുപോലെ കേണലായ സോഫിയ ഖുറേഷിയും അവരും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു അക്രമം സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത്? അത് അവരെ തളർത്താൻ വേണ്ടിയിട്ട് തന്നെ അത് സംശയമില്ല. ശത്രുരാജ്യത്തിലുള്ളവരും ഇന്ത്യയിലെ ശത്രുരാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരും ഒളിച്ചിരുന്ന് എയ്യുന്ന അസ്ത്രങ്ങളാണ്, വേദനപ്പെടുത്തുന്ന അസ്ത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, കുടുംബം, അദ്ദേഹത്തിൻ്റെ പഴയ കുടുംബ ഫോട്ടോകൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പം രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അശ്ലീല ഭാഷയിലെ കമൻറ്റും ട്രോളുകളും അവരെ ഇടുന്നതിനൊപ്പം തന്നെ അവരുടെ കുടുംബപരമായ പല പഴയ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതായിരിക്കാം. അതെല്ലാം ഇതിനോടൊപ്പം തന്നെ അവർ വെളിയിലോട്ട് കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും ഇന്ത്യയുടെ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള ആക്രമണം തുടർന്ന് നടത്തും. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് മുന്നോട്ട് തന്നെ പോകും. യുദ്ധം നിർത്തി താൽക്കാലികമായ വെടിനിർത്തൽ വന്നു. എന്തായാലും യുദ്ധം നിർത്തിയെങ്കിലും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരം നമ്മൾ നിർത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അത് ലൈവായിട്ട് നിൽക്കും. നമുക്ക് പാകിസ്ഥാനെ വിശ്വാസമില്ല. അവർ ചതിയന്മാരാണ്. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് 1995 മുതൽ ഇന്ത്യക്കാരെ പല രീതിയിലും ചതിച്ച് കൊല്ലുന്ന തീവ്രവാദി സംഘടനകളെ സംരക്ഷിക്കുന്നവരാണ് പാകിസ്ഥാൻ പട്ടാള മേധാവികളും പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വവും. അതുകൊണ്ട് അവരുടെ ചതി ഇനി വില പോവില്ല. ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യ അതീവ ശക്തിയുള്ള, സൈനിക ശക്തിയുള്ള, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയുധങ്ങൾ കൈവശമുള്ള ഒരു രാജ്യമാണെന്ന്. ഒരു രാജ്യത്തിനും ഇന്ന് ഇന്ത്യയെ അടിച്ചമർത്താൻ കഴിയില്ല. അത്രമാത്രം പ്രതിരോധമായ സന്നാഹങ്ങളുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. നമ്മുടെ ഓപ്പറേഷൻ രീതികളെല്ലാം പ്രിസൈസ്ഡായിരുന്നു. അതുകൊണ്ട് അത് ഞെട്ടലോടെയാണ് പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങളും അത് കണ്ടത്. ടെക്നിക്കലായിട്ട് വളരെയധികം അഡ്വാൻസ്ഡായ നമ്മൾ ഇനിയും നമ്മുടെ ആയുധപ്പുരയിൽ അവരാരും കാണാത്ത, ലോകങ്ങൾ കാണാത്ത ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള പല മിസൈലുകളും നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും പ്രയോഗിക്കാറായിട്ടില്ല, പ്രയോഗിച്ചുമില്ല. 1000 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോകും. നമ്മളിവിടെ നിന്ന് ലക്ഷക്കണക്കിന് ദൂരം താണ്ടിയാണ് ചന്ദ്രനിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള റോക്കറ്റുകൾ പോയതും സ്പേസ്ഷിപ്പിനുള്ള തയ്യാറെടുപ്പും നടത്തതും. എത്ര 1000 കിലോമീറ്റർ, ലക്ഷക്കണക്കിന് കിലോമീറ്റർ പോകുന്ന മിസൈലുകൾ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ കൈവശം ഇപ്പം 1000 കിലോമീറ്റർ വരെ പോകുന്ന മിസൈൽസ് ഉണ്ട്. ബ്രഹ്മോസ് മിസൈൽസ് അത് UP-യിലാണ് ഉണ്ടാക്കുന്നത്. അത് ഇന്ത്യയുടെ മുൻ പ്രസിഡൻറ്റിൻ്റെ അദ്ദേഹമാണ് അതിൻ്റെ അഡ്വൈസർ, അതിൻ്റെ ടെക്നോളജി കൺവേ ചെയ്തത്. അതുകൊണ്ട് ആ ബ്രഹ്മോസിൻ്റെ അത് നമ്മുടെ കൈവശം ഉണ്ടെന്നും അത് ലോകരാഷ്ട്രങ്ങൾ വെളിപ്പെടുത്തിയ UP മുഖ്യമന്ത്രി ഒരു പ്രസ് കോൺഫറൻസിലാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ആയുധങ്ങളുടെ സംഭരണം, അതിൻ്റെ കപ്പാസിറ്റി, അത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കില്ലാത്ത ഏതൊക്കെ ആയുധങ്ങൾ അത് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഇന്നും ഗോപ്യമാണ്. അത് വെളിയിലേക്ക് ആർക്കും അറിയില്ല. അത് വളരെ സീക്രട്ടായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ശക്തിയെ പരീക്ഷിക്കാൻ ഇനി ആരും
ഒരു രീതിയിലും നേരിട്ടോ അല്ലെങ്കിൽ തീവ്രവാദമായിട്ട് രഹസ്യമായിട്ടോ വന്നാൽ വില പോവില്ല. ഇന്ത്യ ഇപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനി യുദ്ധം നിന്നാലും ശരി നമ്മൾ ഈ ശത്രുക്കളായ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള യുദ്ധം തുടരും. അവർ എവിടെയുണ്ട്, ലോകത്തിൽ എവിടെയായാലും അവിടെ പോയി നമ്മൾ നശിപ്പിക്കും എന്നിവിടെ പറഞ്ഞു വച്ചിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയുടെ രാജ്നാഥ് സിംഗ് വിദേശമന്ത്രിയും പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഈ പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്ന ഈ ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൂക്ഷിക്കുക. ഇന്ത്യയുടെ ആദ്യ കാലഘട്ടം മുതൽ ഇന്ത്യയുടെ സംരക്ഷകനായി നമ്മുടെ ഒപ്പം വിശ്വസിക്കാവുന്ന സുഹൃത്ത് റഷ്യ തന്നെയായിരുന്നു. ഇപ്പോഴും നമുക്ക് അടുത്ത സുഹൃത്തൂടെ വന്നു ചേർന്നിട്ടുണ്ട് ഇസ്രയേൽ. ഓപ്പണായിട്ട് ഈ ഇന്ത്യ നമ്മൾ ടെററിസ്റ്റുകൾക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചപ്പം നമ്മുടെ ഓപ്പണായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ഇസ്രയേൽ മാത്രമേ ഉള്ളൂ. അതുപോലെ അതിന് മുമ്പും ലോകത്തിലെ ഇന്ത്യയുടെ ചരിത്രം മുതൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ അന്ന് മുതൽ റഷ്യ എല്ലാ സംരക്ഷണം നൽകുന്ന ഇന്ത്യയുടെ ഒരു രാജ്യം തന്നെയാണ്. അതിനോടൊപ്പം ഇപ്പം നമുക്ക് ഇസ്രയേലും കൂടെ വന്നു ചേർന്നു. അതുതന്നെയല്ല, ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് നമ്മുടെ മിത്രങ്ങൾക്ക് പോലും അറിയില്ല. നമ്മൾ വളരെയധികം അഡ്വാൻസ്ഡായ ലോകത്തിലെ ഒരു സൈനിക ശക്തിയാണെന്നുള്ള കാര്യം പാകിസ്ഥാൻ മറന്നു പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്.